കൊല്ലം തെന്മല അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് ക്രൂരമായ പീഡനം നേരിട്ടുവെന്ന 24 വാർത്തയിൽ ഇടപെട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വയോജന കേന്ദ്രത്തിലെ അന്തേവാസികളെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. 24 ബിഗ് ഇംപാക്ട്. തെന്മല അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് ക്രൂരമായ പീഡനം നേരിട്ടെന്ന 24 വാർത്തയിലാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഇടപെടൽ. സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പും അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡും ഒക്കെയായി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തിയും കൃത്യമായ ഇടവേളയിൽ പരിശോധനയും ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. വയോജന കേന്ദ്രത്തിലെ അന്തേവാസികളെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഒരു സ്ത്രീയുടെ പരാതിയിൽ. അതുകൂടാതെ ഇന്ന് മറ്റൊരു അന്തേവാസിയുടെ പരാതിയിൽ അടുത്ത കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ബാക്കി അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥാപനം നമ്മളിപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അന്തേവാസികളെല്ലാം തൽക്കാലം ഗാന്ധി ഭവനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്തേവാസികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈടാക്കിയ ശേഷം ഇവർ കഴിഞ്ഞിരുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. മതിയായ സൗകര്യങ്ങളോ ചികിത്സയോ നൽകിയിരുന്നില്ല. 12 അന്തേവാസികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ മുറിയിലാണ് 7 പേരോളം ഒരുമിച്ച് കഴിഞ്ഞിരുന്നത്. സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സ്ത്രീ ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് മരിച്ചതിനു പിന്നാലെയാണ് ഭർത്താവ് ബ്രഹ്മദാസ് മേൽനോട്ടം ഏറ്റെടുക്കുന്നത്. സ്ഥാപനത്തിലെത്തി വയോജന കമ്മീഷൻ പരിശോധന നടത്തി. പരാതിക്കാരുടെയും നടത്തിപ്പുകാരന്റെയും അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് വയോജന കമ്മീഷൻ. പോലീസിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് അവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പേര് അഭയകേന്ദ്രം, നടന്നത് ഭയപ്പെടുത്തുന്ന ക്രൂരത. വിശദമായ അന്വേഷണവും നടപടിയും സ്വീകരിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനും ജാഗ്രത പുലർത്തണം. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.